വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ 7ാം ദിനവും ഊർജിതം. കേരളം വിറങ്ങലിച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം 385. 172 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞ് ഇവരിൽ 8 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു. ഇനിയും 100-ലധികം പേരെയാണ് കണ്ടെത്താനുള്ളത്. അതേസമയം സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തെരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളും തുറന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുണ്ടക്കൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, അല്പം മുമ്പാണ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് വെല്ലുവിളിയായി നിൽക്കുന്നത് ഇനി കണ്ടെത്താനുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിലവിൽ കണ്ടെത്തിയ ചില മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ 31 മൃതദേഹങ്ങൾ, 158 ശരീരഭാഗങ്ങൾ. ഇത് സംസ്കരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഈ 7ാം ദിനം എത്തുമ്പോൾ പരിശോധന കൂടുതൽ ഈ കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടും കൂടുതൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പരിശോധന നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പരിശോധന പുരോഗമിക്കുന്നത്? ഇന്ന് പുതുതായി ഏതെങ്കിലും റഡാർ സംവിധാനങ്ങൾ, ഡ്രോണുകൾ അവിടെ എത്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സിജു, മുണ്ടക്കൈ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ രക്ഷാപ്രവർത്തകർ നേരിട്ടെത്തി സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി ആ ഭാഗത്ത് നേരിട്ടെത്തി പരിശോധന നടത്തുകയാണ്. ഇവിടെ പിന്നീട് ആഴത്തിൽ പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആ ഭാഗത്ത് പരിശോധന നടത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഇത്തരം പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിൽ ഇന്ന് ഡ്രോൺ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പ്രധാനമായും ചൂരൽമല പ്രദേശത്താണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഐബോർഡ് ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന കഴിഞ്ഞ ദിവസം അവിടെ ഒരു സിഗ്നൽ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടത്തുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ കൃത്യമായും ഈ മുണ്ടക്കൈ അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിൽ വിശദമായ പരിശോധനയാണ്. ഈ ഉരുൾപൊട്ടലിൽ വെള്ളപ്പാച്ചിലുണ്ടായ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിജു, നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് നടന്നത് എന്ന്. ഈ സിജു, അത് തന്നെയാണ് ഈ നമ്മുടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഈ രക്ഷാദൗത്യം തെരച്ചിൽ 7ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇനി മനുഷ്യരും അതോടൊപ്പം തന്നെ മൃഗങ്ങളും ഉപയോഗിച്ചുള്ള അതായത് നായകളെ, കടാവർ നായകളെ, സ്നിഫർ ഡോഗ്സിനെ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ ഒരു പ്രാധാന്യം ഏറി വരികയാണ്. ഈ പരിശോധന തെരച്ചിലെന്ന് പറഞ്ഞാൽ അന്തിമഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിയായി, ആശങ്കയായി നിൽക്കുന്നത് ഇനിയും 100-ലധികം പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നുകിൽ ചാലിയാർ പുഴയിൽ ഒഴുകിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിനടിയിൽപ്പെട്ടുണ്ടാകാം. ഇവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ദൗത്യം. അതിനായി ഇനി ഈ റഡാർ പരിശോധന, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ മണ്ണിനടിയിൽ എന്തെങ്കിലും മൃതദേഹമോ മറ്റ് ശരീരഭാഗങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ ശേഷിയുള്ള തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നിരുന്നു. പക്ഷേ അതിലൊന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇനി പ്രധാനമാകുന്നത് ഈ കടാവർ നായകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെയാണ്. ഇനിയും ആ മേഖലയിൽ തന്നെയായിരിക്കും, ആ ദിശയിൽ തന്നെയായിരിക്കും തെരച്ചിലിൻ്റെ രീതി മുന്നോട്ട് പോവുകയും ചെയ്യുക. അതുകൊണ്ട് ഇനി ആ ഭാഗത്ത് ഇപ്പോൾ സിജു കണ്ണൻ പറഞ്ഞ പ്രകാരം മുണ്ടക്കയിൽ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയില്ല, പക്ഷേ ചൂരൽമലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റഡാർ പരിശോധനയുടെ ഇനിയൊന്നും കണ്ടെത്താനില്ല എന്നുകൂടി നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കുക. ഇനി അവിടെ ഈ നായ്ക്കളെ കൊണ്ടുവന്നതിന് ശേഷമുള്ള പരിശോധനയ്ക്കാണ് പ്രസക്തി. അങ്ങനെ പറയാൻ കഴിയുമല്ലോ നമുക്ക്. സിജു, പൂർണ്ണമായും റഡാർ പരിശോധന ഉപേക്ഷിച്ചു എന്നല്ല, ഇന്ന് ഇവിടെ പരിശോധന നടത്തുന്നില്ല എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇന്ന് നേരിട്ടിറങ്ങിയുള്ള പരിശോധന ജനവാസ മേഖലകളിൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ ഒരു സേവനം കൂടി ഉപയോഗിക്കുന്നു. ഏതായാലും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ 7ാം ദിവസം എത്തി നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തനം വളരെയധികം പോയിരിക്കുന്നു. നിരവധി പേരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കണ്ടെത്തിയ നിരവധി ആളുകളെ തിരിച്ചറിയുക എന്നുൾപ്പെടെയുള്ള കാര്യമുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങളിലേക്കാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഈ ആളുകളെ കണ്ടെത്തുക, അതിനായി പ്രധാനമായും കഴിഞ്ഞ ദിവസം ഈ ദുരന്തമുണ്ടായ
ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ 6 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല, പുഴയുടെ അടിവാരം എന്നീ മേഖലകളിൽ യന്ത്രോപകരണങ്ങളും അതോടൊപ്പം തന്നെ അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ആ പരിശോധന ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. 6 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്നും തുടരുന്നു. അതിൽ ഇന്ന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് മുണ്ടക്കൈ മേഖലയിൽ നേരിട്ട് രക്ഷാപ്രവർത്തകർ എത്തി ആ ജനവാസ മേഖലകളിൽ പരിശോധന നടത്തി എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. തുടർന്ന് ആ പരിശോധനയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ ആ ഭാഗത്ത് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റഡാർ സർവേ ഈ മേഖലകളിൽ നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭാ സമിതി വന്ന് പരിശോധന നടത്തിയ ശേഷം പറഞ്ഞിരുന്നു. അത് മണ്ണും ചെളിയും പാറക്കല്ലുകളും എല്ലാം തന്നെ വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ഭാഗത്ത് എത്രത്തോളം ആഴത്തിൽ ഇതുണ്ട് എന്ന് മനസ്സിലാക്കണം. പരിശോധന നടത്തണമെങ്കിൽ എത്രത്തോളം ആഴത്തിൽ ഇതുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഭാഗത്തെ ചെളിയും മണ്ണും കല്ലുമെല്ലാം നീക്കി പരിശോധന നടത്തേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതിൻ്റെ സമാന്തരമായി തന്നെ ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ പുഴയിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തത്, അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. DYFIയുടെ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ സജീവമായി തന്നെ ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്നു. ഇങ്ങനെ ഇവിടെ 6 മേഖലകളായി തിരിച്ച് പരിശോധന നടത്തുന്നു. അതോടൊപ്പം ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്തുന്നു, നിലമ്പൂർ മേഖലകളിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ദിവസം പിന്നിടുമ്പോൾ കാണാതായ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വിവിധ ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് DNA സാമ്പിളുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം വളരെ മുന്നോട്ട് പോവുകയാണ്. ഇനി കാണാതായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനായി ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുള്ള പരിശോധനകൾ തുടരും. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിജു, നിലവിൽ മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞ കുറേ വ്യക്തത വരുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. സംസ്കാരം അതുമാത്രമല്ല, ഈ ചാലിയാറിലെ വ്യത്യസ്ത ദിശകളിൽ പരിശോധന നടത്തും, തെരച്ചിൽ നടത്തും. നിലവിൽ നടത്തിക്കൊണ്ടിരുന്ന മേഖലകളല്ലാതെ വ്യത്യസ്ത ദിശകളിൽ പരിശോധന നടത്തുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞു. കാരണം ഈ 7ാം ദിനത്തിലും ഇനിയും 100ലധികം പേരെ കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ദൗത്യം തന്നെയാണ്. കണ്ടെത്തുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് മന്ത്രി പറയുകയും ചെയ്തത്. അതിന് വ്യത്യസ്ത ദിശ, നമുക്കറിയാം ഈ അപകടമുണ്ടായ ദുരന്തമുണ്ടായ ആദ്യ ദിനം തന്നെ ഈ ചാലിയാറിൽ നിന്നാണ് നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ മണ്ണിനടിയിൽപ്പെട്ടവർക്ക് കണ്ടെത്താനുള്ള വലിയ സമഗ്രമായൊരു പരിശോധന നടക്കുന്നത്. ഈ ചാലിയാറിൽ ഇനി വലിയ തരത്തിൽ പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മൃതദേഹങ്ങൾ മറ്റ് ചില മേഖലകളിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം. ചാലിയാറിൻ്റെ കൈവഴികളിലൂടെയാണ് ഈ വെള്ളം ഒഴുകിയെത്തത്. ചാലിയാറിൻ്റെ കൈവഴികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം മന്ത്രി ഇന്ന് വ്യത്യസ്ത ദിശയിൽ തെരച്ചിൽ നടത്തുമെന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ ഈ അന്വേഷണം, ഈ പരിശോധന തെരച്ചിൽ അന്തിമഘട്ടത്തിലേക്ക് ആകുന്നു എന്ന് പറയുമ്പോഴും വലിയ വെല്ലുവിളിയായി ഈ 100ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യം, വലിയ വെല്ലുവിളി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സിജു, രക്ഷാപ്രവർത്തനം ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ വലിയ വെല്ലുവിളികൾ തന്നെ നേരിടുന്നു എന്ന് തന്നെ പറയാം. കാരണം 100ലധികം ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊക്കെ ജനവാസ മേഖലയായിരുന്നു ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ. ഇവിടെ നിരവധി കുടുംബങ്ങളാണ് കഴിഞ്ഞിരുന്നത്. അവരുടെ വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും തകർത്തെറിയപ്പെട്ടു. ഈ ഉരുൾപൊട്ടലിൽ തകർത്തെറിയപ്പെട്ട് അവർ ഈ വെള്ളപ്പാച്ചലിനൊപ്പം തന്നെ പോവുകയായിരുന്നു, കാണാതാവുകയായിരുന്നു. അത്തരം ആളുകളെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പ്രധാനമായും ഇത്തരത്തിൽ വലിയ ഉയരത്തിൽ മണ്ണും കല്ലും അടിഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് പരിശോധന നടത്തുക എന്ന് പറയുന്നതിൻ്റെ വലിയൊരു പരിമിതിയുണ്ട്. കാരണം പരമാവധി സാധ്യമായ രീതിയിലെല്ലാം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ കഴിഞ്ഞ് 7 ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വലിയ പരിശോധനകളാണ് നടന്നത്. ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. രാത്രി വളരെ വൈകി വരെ തിരച്ചിൽ നീണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ
കാണാതായ മനുഷ്യരിൽ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യനെ വരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിതാന്തമായ ഒരു പരിശ്രമമാണ് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് രീതിയിൽ സാധ്യമാകും എന്ന പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ, ജനവാസ മേഖലയിൽ പരിശോധന നടത്തുന്നു. അത് ഏറ്റവും കൂടുതൽ തകർത്തെറിഞ്ഞ ചൂരൽമല മേഖലകളിൽ വ്യാപകമായ പരിശോധന നടത്തുന്നു. ആ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നു.